കണ്ടെടുക്കപ്പെട്ടതിലെ ആദ്യത്തെ കൃതി ഖാദി മുഹമ്മദിൻ്റെ മുഹീദ്ദിമാലയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആളുകൾക്ക് ഇത് വേണ്ട എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു സങ്കടമാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. അപ്പോൾ സംഗീതം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തിൽ നിന്നുകൊണ്ട് അതിന് സംഗീതം ചെയ്യുക എന്നുള്ളതാണ്. എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. സ്വന്തം നാടിൻ്റെ മഹിമയിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഓരോരുത്തരും. ഞാൻ മോങ്ങത്തുകാരനാണ്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ മോങ്ങത്തുകാരനായതിൽ ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ എനിക്കുള്ളത്. കാരണം ഇവിടെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓരോ ഗസ്റ്റുകളും പല നാടുകളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഗസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ വരുമ്പം അവരെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് മോങ്ങത്ത് നിന്നുള്ള റഷീദ് മോങ്ങമാണ്. പാട്ടിൻ്റെ വഴികളിലൂടെ, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൻ്റെ വഴികളിലൂടെ ഒരുപാട് സഞ്ചരിച്ച് ഒരുപാട് ആളുകൾക്ക് മാപ്പിളപ്പാട്ടിൻ്റെ പഴമയെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ കലാകാരനാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. റഷീദ് സാർ, നമ്മൾ മാപ്പിളപ്പാട്ടിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിനെ പറ്റി സംസാരിക്കുമ്പം ഇന്നത്തെ കാലത്ത് വരുന്ന ഒരു പേരാണ് റഷീദ് മോങ്ങ എന്ന് പറയുന്നത്. എന്താണ് തോന്നുന്നത് ആ ഒരു സംഭവത്തിൽ? ഇപ്പം നമ്മൾ യൂട്യൂബിലാണെങ്കിൽ പോലും മാപ്പിളപ്പാട്ടുകൾ എന്നടിക്കുമ്പം റഷീദ് മോങ്ങ ഒരു സജഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മാപ്പിളപ്പാട്ടിൽ നിങ്ങളെ സംഭാവന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? അൽഹംദുലില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം തന്നെ ഇങ്ങനെ മദീൻ അക്കാഡമിയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ ഉള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാപ്പിളകലാ മേഖലയിൽ ചെറുപ്പം മുതലേ ഇതിനോടുള്ളൊരു അഭിരുചി ഉണ്ടെങ്കിലും സജീവമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ മാപ്പിള കലകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇങ്ങനെ ഓരോ ആശയങ്ങൾ വരാൻ തുടങ്ങിയത്. മാപ്പിളപ്പാട്ടിലേക്കായാലും അതുപോലെ തന്നെ മാപ്പിള കലാരംഗത്തൊക്കെ സജീവമായിട്ട് വരാനുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ ഉപ്പയിൽ നിന്നും അതുപോലെ തന്നെ ഉപ്പാപ്പയിൽ നിന്നൊക്കെയാണ്. ഉപ്പയുടെ ഉപ്പയിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ സജീവമായിട്ട് ഈ മേഖലയെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പല വേദികളിലൊക്കെ പോയി പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പാടിയ ഒരു രംഗം എപ്പോഴും എനിക്കിങ്ങനെ ഓർമ്മ വരും. കാരണം ഞാൻ ഇവിടെ പണിക്കർ സ്കൂളിലാണ് പഠിച്ചത്, കുണ്ടായിത്തോടായിരുന്നു പഠനം. ആദ്യം 4ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് എന്ന് പറയുന്നത് ഇലാഹായ പുരാനോട് ഇരവും പകലും. ആ പാട്ടാണ് ഞാൻ ആദ്യം പാടിയ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ നമുക്കറിയാം കത്തുകളൊക്കെ ആണല്ലോ സന്ദേശം. അപ്പോൾ ഉപ്പ ഗൾഫിലുള്ള സമയത്ത് ഉപ്പ കാസറ്റിൽ, ഈ ടൈപ്പ് റിക്കാർഡിൽ കാസറ്റ് ഇട്ടിട്ട് അതിൽ പാട്ടുകളൊക്കെ പാടി അയക്കാറുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഉപ്പ പാടിയ പല പാട്ടുകൾ. ഞാൻ എൻ്റെ ചെറുപ്പ സമയത്ത് ഇപ്പൊക്കെ അങ്ങോട്ട് പാട്ട് പാടി കൊടുക്കുന്ന അതൊക്കെ ഒരു സംഭവം. പക്ഷേ ഞാൻ അന്ന് കുറേ പാട്ടുകൾ കേട്ടു. അതുപോലെ തന്നെ എൻ്റെ ഉപ്പാപ്പയിൽ നിന്നൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഈ മേഖലയിലേക്ക് കുറച്ചുകൂടി സജീവമായിട്ട് വരാൻ ഒരു ആദ്യ പാഠം എന്ന് പറയുന്നത് അവിടെയാണ്. ശരിക്ക് ഉപ്പാപ്പ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. ബദ്ർ മുനിയുസ്നുൽ ജമാൽ, പ്രണയകാവ്യം, ബദ്ർ പറയും, ഉഹുദ് പറയും. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കട ഉണ്ട് ഉപ്പാപ്പക്ക്. അപ്പോൾ ഈ പെട്ടിക്കടയുടെ നേരെ അപ്പുറത്ത് ചെറിയൊരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചുമേൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് നമ്മളിങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. മദ്രസ് വിട്ട് വരുന്ന സമയത്ത്, പിന്നെ മദ്രസ് വിട്ട് നിന്ന് കുറച്ച് നേരം അവിടെ കുത്തിറക്കുക, ചിലപ്പോൾ മുട്ടായൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നുക. പീടിയും കൂടിയല്ലേ. അപ്പോൾ ആ ഒരു സമയം പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ട് വീണ്ടും വല്യാപ്പൻ്റെ അടുത്ത് നേരെ തൊട്ട് മുമ്പ് തന്നെ പള്ളിയുണ്ട്, അവിടെ പോവുക, വല്യാപ്പൻ്റെ കൂടെ പോവുക, നിസ്കരിക്കുക. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഇതിങ്ങനെ കാണുകയാണ് വല്യപ്പ പാടുന്ന കുറേ പാട്ടുകൾ. പിന്നെ രസികനും കൂടിയാണ്, കുറേ തമാശകളൊക്കെ പറയുമ്പോൾ. പിന്നെ ഈ തമാശകളൊക്കെ നമ്മൾ കേട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ആ ഒരു സംഗതി നമ്മളിങ്ങനെ വന്ന സമയത്ത് കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനുള്ളൊരു ആകാംക്ഷ കൂടി. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് എന്താ അത് പിന്നെ വലുപ്പം ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് പിന്നെ നമ്മൾ പാടുന്ന സബ് ജില്ലാ തലങ്ങളിലൊക്കെ മത്സരിക്കുന്ന സമയത്തൊക്കെ ട്രഡീഷണൽ പാട്ടുകൾ അന്ന് മത്സരമുണ്ട്. പക്ഷെ നമുക്കിത് കൃത്യമായിട്ട് ഇതാണ് ട്രഡീഷണൽ പാട്ട് എന്നൊന്നും അറിയുന്നില്ല.
നമ്മൾ കേൾക്കുന്ന ബദറുൽ ഹുദ യാസീനൻ നബി ഖറ, ഈ പാട്ടുകളൊക്കെ അന്നും ഉണ്ട്. ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് എല്ലാവരും പാടുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതാണ് പാടേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ. ഇന്നിപ്പോൾ നമ്മൾ പിന്നെ എവിടെയെങ്കിലും വിതരണമൊക്കെ നടത്താൻ പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു കുട്ടി സ്റ്റേജ് വന്ന് കണ്ട് ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് ലളിതമായ തുഞ്ചൻ്റെ പൈങ്കിളിയൊക്കെ പാടിക്കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റും, ഇങ്ങനെ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ. പക്ഷെ അന്ന് ഞാൻ പാടിയ സമയത്ത് എനിക്കിത് പറഞ്ഞ് തിരുത്തി തരാൻ ആളില്ലായിരുന്നു. ഇന്നിപ്പോൾ സജീവമായിട്ട് ആളുകളുണ്ട്, കാരണം സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അന്നൊക്കെ നമ്മളിത് കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ബദറുൽ മുനീർ ജമാലിലുള്ള തടകി മണത്തെ സാമ ഇതൊക്കെ പാടുന്നുണ്ട്. അതുപോലെ അതിലുള്ള കുറേ ആനത്തര ചമയം തെളിച്ചങ്കതിർ പോലെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പാട്ടുകളൊക്കെ ആണ് ട്രഡീഷണൽ എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പറയാറുണ്ട് കണ്ടെടുക്കപ്പെട്ടതിലെ ആദ്യത്തെ കൃതി ഖാദി മുഹമ്മദിൻ്റെ മുഹീദ്ദീൻമാലയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ മുഹീദ്ദീൻമാലയ്ക്ക് ശേഷം അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം പോലും വരുന്നത്. അപ്പം നമ്മുടെ ഈ പിന്നെ മഹിമ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്, നമ്മുടെ ഒരു മാധുര്യം, മാപ്പിളമാരുടെ മഹത്വം എത്രത്തോളം ഉണ്ട്. ഖാദി മുഹമ്മദ് രചിക്കപ്പെട്ട 1607 കണ്ടെടുക്കപ്പെട്ട മുഹീദ്ദീൻമാലയാണ് ആദ്യത്തെ. ഈ മുഹീദ്ദീൻമാലയുടെ ഇശല് സ്വീകരിച്ചുകൊണ്ട്, അതിൻ്റെ ഇശല് എന്ന് പറയുന്നത് യമൻ കെട്ട് ഇശല, ഇത് സ്വീകരിച്ചുകൊണ്ട് എത്ര പാട്ടുകൾ ഇന്ന് നമുക്ക് മുമ്പിൽ സുലഭമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇശലുകളെക്കുറിച്ച് ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത്. അത് ഞാൻ കുറച്ചുകൂടി വലുപ്പം വളർന്നു നിന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഒന്നിങ്ങനെ വളർന്ന് പിന്നെ 5ാം ക്ലാസ്സിൽ 6ൽ 7ലൊക്കെ എത്തിയപ്പോൾ ഓരോ പാട്ടുകൾ പാടുന്നുണ്ട്, ദഫ് കളിക്കുന്നുണ്ട്, അറവനമുട്ട്, ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായിട്ട് അതിലേക്കൊന്നും ഇറങ്ങിത്തിരിച്ചുള്ള പഠനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഡിഗ്രി, അതായത് +1 +2 പഠിക്കുന്ന സമയത്താണ് കൂടുതൽ അതിനെ സജീവമായിട്ട് പഠിക്കാൻ വേണ്ടി അറിയാം. അപ്പോൾ ഇത് പഠനം നടത്തിയ സമയത്താണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇത് നമുക്കൊരു സാധ്യതയുടെ ലോകമാണ് എന്ന് മനസ്സിലായത്. ഞാൻ വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പഠിപ്പുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇതിലൊരു പാഷൻ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിലെ പാട്ടുകൾ മാത്രം തിരഞ്ഞു പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്റ്റ് ചെയ്ത് കിട്ടിത്തുടങ്ങി. നമ്മൾ അന്വേഷിച്ച് പോയി, യാത്രകൾ നടത്തി, കുറേ യാത്രകൾ പോയൊക്കെ സമയത്ത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ശേഖരിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ലോകം, അതല്ലെങ്കിൽ മാപ്പിള കലയുടെ ലോകം എന്ന് പറയുന്നത് അത്രയും സജീവമായ തുറന്നിട്ടൊരു വാതായനമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇങ്ങനെ ഈ ഒരു യാത്രകളും ഇങ്ങനെ ഓരോ പിന്നെ വായനകളും ഒക്കെ വേണ്ടി വന്നു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാപ്പനെ പറഞ്ഞു, അതോടുകൂടി പറയേണ്ട കുറേ ആളുകളുണ്ട്. പ്രിയപ്പെട്ട അബ്ബാസ് കൊണ്ടോട്ടി, അദ്ദേഹം ഈ മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരുപാട് ഈ മേഖലകളിൽ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച ഒരാൾ കൂടിയാണ്. അതേപോലെ തന്നെ KMA കോണീകത്ത് അഷ്റഫ് കൊണ്ടോട്ടി, ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പിന്നെ മാപ്പിള കലാരംഗത്ത് വളരെ സജീവമായി ശ്രദ്ധിക്കപ്പെടാം. അദ്ദേഹമൊക്കെ എനിക്ക് ഈ മേഖലയ്ക്ക് വരാനുള്ള കുറേ രംഗപ്രവേശനങ്ങളും ചെയ്തു തന്ന ഒരാൾ കൂടി. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട രചയിതാവ് ബദ്രുദ്ദീൻ പാറന്നൂർ, രചനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ താമസിച്ചുകൊണ്ട് കുറേ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരാണ്. ഞാൻ എൻ്റെ ഉപ്പനെ പറയാറുണ്ട്, ഉപ്പൊക്കെ പാടിത്തന്ന കുറേ പാട്ടുകൾ അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബദ്രുദ്ദീൻ മാഷൊക്കെ രചനകൾ നമുക്കറിയുന്ന പ്രിയപ്പെട്ട നാസർ മേച്ചേരി, അദ്ദേഹം ഈ രചനാരംഗത്ത് അതുപോലെ ജഡ്ജ്മെൻറ്റ് മേഖലയിൽ കുറേയൊക്കെ എന്നെ സജീവമായി കൊണ്ടുപോയൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിരവധി പാട്ടുകളൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു വലയം മാപ്പിള കലാരംഗത്തേക്ക് സജീവമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ മേഖലയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഫൈസൽ മാഷളേറ്റിൽ അദ്ദേഹമൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു സാമീപ്യം കൊണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ റഷീദ് മോങ്ങം എന്ന് പറയുന്ന ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ പോലും ഇങ്ങനെ സജീവമായി വന്നിരിക്കാനുള്ള അവർ പ്രാപ്തമാക്കിയത് കൊണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ഞാൻ പെട്ടെന്നൊന്നായി വന്നതെന്നല്ല. അങ്ങനെ ഒരു അഹങ്കാരം കാണിക്കേണ്ട ഒരു ആവശ്യകത ഇതിലില്ല. കാരണം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം പുതിയ ആളുകൾ നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരും. ആളുകൾ വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം ഈ മേഖല അത്രയും
പഠനം നടത്താൻ സാധ്യത ഉള്ള ഒരു മേഖലയാണ് എന്നുള്ളതാണ് ഇതൊരു വാസ്തവമായ കാര്യം. പക്ഷേ ആളുകൾക്ക് ഇത് വേണ്ട എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു സങ്കടമാകുന്നത്. കാരണം പല ആളുകളും അത് നമ്മളൊരു മത്സരത്തിനാണ്ട് കയറി പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ള ഒരു വിദ്യാധാരണ ഇന്ന് സജീവമായിട്ട് ഒരു പാട്ട് ഒരു ആളോട് പാടാൻ പറയുമ്പോൾ അവിടെ വന്ന് കണ്ട് നോളളിച്ച് കണ്ട് അല്ലേ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് കേട്ട് കഴിഞ്ഞാൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പാട്ട് ഉണ്ടോ സഖി ഒരു കുല മുന്തിരി, ഇതിൻ്റെ ചരിത്ര ആശയം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് പാടുന്നുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വമ്പുറ്റ ഹംസ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും തുള്ളിക്കളിക്കണ പാട്ട് വമ്പുറ്റ ഹംസ. ആ പാട്ടിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, അത് ആരും ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. നമ്മൾ ഈ ട്രെൻഡിനൊന്നും കുറ്റം പറയാൻ പറ്റൂല. കാരണം ട്രെൻഡ് ചെയ്യുന്ന ആളുകൾക്കറിയാം എങ്ങനെയുള്ള പാട്ടുകൾ ഇട്ടാലാണ് ഇത് കയറുക എന്നുള്ളത്. പഴയ കാലത്തെ കുറേ പാട്ടുകൾ അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള പല പാട്ടുകളും അതിനെ ഒന്ന് പുനർജനിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ താഷ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നത്. ആ പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ വലിയ സാമ്പത്തികമൊന്നും, എനിക്ക് ഇത് ഇറക്കണമെങ്കിൽ നല്ല സാമ്പത്തികമാണല്ലോ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയും, നമ്മളെ ബേബി സോണൊക്കെ നടത്തുന്ന പ്രിയപ്പെട്ട ഷെബീബ് അലി ബാപ്പുട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ വിഷയം പ്രിയപ്പെട്ട എൻ്റെ ബാപ്പുട്ടിനോടാണ് ഈ വിഷയം പറയുന്നത്. നമ്മളെ സുഹൃത്തു വലയം എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും വലിയൊരു നിർണായകമാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ അവതരിപ്പിച്ച ബാപ്പുട്ടിക്ക് ചിലപ്പം വേണമെങ്കിൽ അത് തള്ളാം. അതിപ്പോൾ എന്തിനാ നമ്മൾ റഷീദിന് ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണം ചെയ്തു കൊടുക്കേണ്ട എന്താ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളാം. പക്ഷേ ബാപ്പുട്ടിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഐജി ചെയ്തു, നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പാട്ട്, പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് കുറച്ചൊരു മന്ദഗതിയിൽ അങ്ങനെ പോയി. രണ്ടാമത് എപ്പിസോഡും ചെയ്യാമെന്ന് പിന്നെ ബാപ്പുട്ടിയുടെ ഒരു താല്പര്യത്തിൽ പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് പിന്നെ ബാപ്പുട്ടിയുടെ കൂടെ കുറേ സുഹൃത്തുക്കൾ വന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി സജീവമാണ്. തെക്കേലെ കോയാന്, അപ്പൻ ചൂട് പാത്തുമ്മ, അങ്ങനെയുള്ള കുട്ടി അതാണ് യാഥാർത്ഥ്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, കുട്ടികളെ ട്രെൻഡ് പറഞ്ഞത്. ഞാനിപ്പോൾ അതിൽ കുറേ റഹ്മാൻ അല്ലാ റഹീമുമല്ല അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ തുടക്കത്തിലുള്ള ഞാൻ തുടക്കം ഒരു ഭക്തിഗാനം വെച്ച്, പിന്നെ ഒരു മദ്ഹ് ഗാനം വെച്ച്, പിന്നെ ഒരു സന്ദേശഗാനം കൊടുത്ത്, പിന്നെ ചരിത്രഗാനങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ശ്രേണി ഇങ്ങനെ ഒരേ താളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടാണ് ആ പാട്ട് ഞങ്ങൾ പാടി പോകുന്നത്. എന്നിട്ട് അവസാനം ഒരു തമാശ കയറ്റി കൊടുത്ത്, കയറിയത് തമാശ പാട്ടായിരിക്കും. നമ്മളെ റഹ്മാനുള്ള ചിലപ്പോൾ ആർക്കും വേണ്ടി വരില്ല. പിന്നെ പ്രവാചകൻ്റെ മദ്ഹ് പാടിയത് അതിൻ്റെ ഉള്ളിലുള്ള അതും ചിലപ്പോൾ ആരും കേട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ ഇത് എല്ലതും കയറാനുള്ള കാരണം എന്താ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു തമാശ കയറ്റി കൊടുത്ത്. എങ്ങനെ തെക്കേലെ കോയാനെ, ശരിക്കും തെക്കേലെ കോയ അല്ലാ തിരുപേരും ഈ സാധനം എടുത്തിട്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കണ്ട് അതിലേക്ക് കയറ്റി പുതിയൊരു രചന. പ്രിയപ്പെട്ട നസ്രുദ്ദീൻ മണ്ണാർക്കാടാണ് ആ പാട്ട് രചന നിർവഹിച്ചത്. കലോത്സവങ്ങൾ വരുമ്പോൾ, സ്കൂൾ കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ പല പ്രസംഗങ്ങളിലും പാട്ടിനെ പല ഇശലുകളാക്കിയിട്ട്. നമ്മളിപ്പം ഒരു പാട്ടില് നമ്മൾ അറിയാത്ത, ഇപ്പൊ നമ്മൾ ഡെയിലി പാടിക്കൊടുപ്പം മോയിൻകുട്ടി വൈദ്യരുടെ മുത്തുനവാരത്നം പോലത്തെ പാട്ടുകൾ, അതിനൊരു ഇശലുണ്ട്, അല്ലെങ്കിൽ അതൊരു കാറ്റഗറി പെടുത്തേണ്ടതാണ്. അങ്ങനെ ഒരു 5-6 കാറ്റഗറി പെടുത്തേണ്ടതാണ്. അതൊക്കെ ഒരു പുതിയ അറിവാണ്. അതായത് പിന്നെ ആലപ്പുഴ അമ്മ അസീസ് മാഷാണ് ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഈ വിഷയത്തെ, പ്രിയപ്പെട്ട OM മാഷ് അടക്കം നമ്മളെ ഗുരുനാഥൻ കൂടിയാണ്. OM മാഷ് അടക്കം നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പോലും അത് എഴുതിയിട്ടുമുണ്ട് കൃത്യമായിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഭക്തിഗാനങ്ങൾ, മാലപ്പാട്ടുകൾ, ഉറുദി ഗാനങ്ങൾ, പേരിമ്പം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ കാറ്റഗറികളുണ്ട്. പേരിമ്പം, ചിറ്റിമ്പം, മൊയ്യാരം, മധുരക്കവി, ആഷ്, വിസ്താരം, ഇങ്ങനെ 6 കാറ്റഗറിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആധാരം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞൊരു വിഷയമുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ശ്രേണി എന്ന് പറയുന്നത്, ഇത് വരാനുള്ളൊരു കാരണം ഇശലുകളാണ് ഇതിൽ സഞ്ചാരപദം അലങ്കരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ പാട്ടുകളൊക്കെ വഴിതിരിച്ച് വിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇശലാണ്. നമുക്കറിയാം, കണ്ടെടുക്കപ്പെട്ടതിൽ ആദ്യത്തെ കൃതി ഖാലി മുഹമ്മദ് രചിക്കപ്പെട്ട 1607 കണ്ടെടുക്കപ്പെട്ട മുഹിദ്ദിമാലയാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഇശൽ എന്ന് പറഞ്ഞാൽ യമൻ കെട്ട് ഇശലാണ്. യമൻ കെട്ട് അതിൻ്റെ ഇശലിൻ്റെ പേര്. ഈ യമൻ കെട്ടിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന എത്ര പാട്ടുകളുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പോലും നമ്മൾ പറയാറുണ്ട്, പച്ചക്കൂളം പള്ളി, അല്ലാ തിരു പേരും തുതിയും സ്വലവാത്തും. ഈ സാധനം എടുത്തുകൊണ്ട് ഇത് നേരെ ഇപ്പുറത്ത്, കാരണം അതിൻ്റെ മീറ്റർ ഒന്നാണ്. ഈ പാട്ട് എഴുതിയ അളവാണ്, അളവിനെയാണ് യഥാർത്ഥത്തിൽ ഇശല് എന്ന് പറയുന്നത്. അളവൊന്നാണ്. ഇപ്പോൾ നിങ്ങളൊരു പാട്ട് എഴുതുന്നു, ഞാനത് സംഗീതം ചെയ്യുന്നു, അത് ആലപിക്കുന്നു, മറ്റൊരാളെ കൊണ്ട് നമ്മൾ ആലപിക്കും.
ആലാപനം എന്ന് പറയുന്നത് ആ ആലാപനത്തിന് അനുസൃതമായിട്ടായിരിക്കും ആസ്വാദനം എന്ന് പറയുന്ന നാലാമത്തെ തലം ഉണ്ടാകുക. ഒന്നാമത് രചനയാണ്, രണ്ടാമത് സംഗീതമാണ്, മൂന്നാമത് ആലാപനമാണ്, 4 ആസ്വാദനം. ആസ്വദിക്കണോർക്ക് തീരുമാനിക്കുക ഇത് വിജയിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് ഇവർക്ക് തീരുമാനിക്കാം അല്ലേ. ഈ ആസ്വദിക്കുന്ന തലം നമുക്കറിയാം, ഈ ആസ്വാദനത്തിനൊരു തലം ഉണ്ടാവണമെങ്കിൽ ഈ രചയിതാവിൻ്റെ തലയാണ് അവിടെ ആദ്യം വർക്ക് ചെയ്യുക. എങ്ങനെ? അദ്ദേഹം ഈ പാട്ട് എഴുതുന്നത് ഒരു ഇശലായിരിക്കും. എങ്ങനെ പോയാലും അതിനൊരു ഇശലുണ്ടാവും. ഇനിയിപ്പോൾ ആ എഴുതുന്ന ആൾക്ക് ഇശല അറിഞ്ഞിട്ടില്ലെങ്കിലും അത് ഇശല് കറക്റ്റായിരിക്കും എഴുതുന്നത്, ഒരു താളവട്ടം അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഏത് പാട്ടുകൾക്കും ഇപ്പോൾ രാഗമായാലും താളമായാലും സംഗീതത്തിൻ്റെ ഒരവസ്ഥകൾ, അപ്പോൾ താളമായാലും അതുപോലെ തന്നെ ഇശലും ഇതിനോടൊക്കെ ചേർന്ന് കിടക്കുന്നതെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ് മുത്തുനാവ രത്നമൂകം കത്തിടും മയിലാളേ, ഈ പാട്ട് 3 താളത്തിൽ നമുക്ക് പാടാൻ പറ്റും. ഒന്നാമത്തെ വിഷയം, ഇതിൻ്റെ ഇശല് എന്ന് പറയുന്നത് ഒന്നാണ്. ആദി അന്തം എന്നാണ് ആ ഇശലിൻ്റെ പേര് അല്ലേ. നമ്മുടെ ഉമ്മമാർ നമ്മൾ ആദ്യം കേട്ട പാട്ട് എന്നൊക്കെ നമ്മൾ ഉമ്മ തൊട്ടിലിട്ട് നമ്മൾ താരാട്ട് പാട്ട്, ഇപ്പോൾ താരാട്ട് പാടി ഉറക്കുന്ന പാട്ടാണ് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത്. ഈ പാട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ, ഇത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഒരു കുട്ടി ഇങ്ങനെ തൊട്ടില്ല ആ ഉമ്മൻ്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കിയിട്ട് ആ കുട്ടി തന്നെ അറിയാതെ ഇങ്ങനെ കണ്ണടക്കുന്ന ആ ഒരു പാട്ട്, ആ ഉമ്മ താരാട്ട് പാട്ട് പാടിക്കൊടുക്കുന്നതിൻ്റെ ഒരു ആസ്വാദനമാണ് ആ കുട്ടി ആ ഉറങ്ങാനുള്ള കാരണം. അവിടെ ഒരു പരിവർത്തനം ആ പാട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഉറക്കം എന്ന് പറയുന്ന സാധനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് അവിടെ ഉണ്ടായത്. ഇതിൻ്റെ ഒരു ഇശൽ എന്ന് പറഞ്ഞതാണ് ആദ്യ അന്തം ഇശല്. ഈ ഇശല് അതൊരു പാട്ടിന് വേണ്ടി മാത്രം. ഈ ഇശലെടുത്തുകൊണ്ട് നഫീസത്ത് മാല നമുക്കറിയാം അല്ലേ. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. നിങ്ങൾ നേരത്തെ പാടിയ മുത്തുനാവാരത്നമൂകം കത്തിടും മയിലാളേ മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളേ. കണ്ടോ, ഈ മുത്തുനാവരത്നമുഖം ഇതിൻ്റെ ട്യൂണ് വേറെയാണ്. നമ്മൾ പാടി കേൾക്കുന്ന ട്യൂൺ മുത്തുനാവരത്നമുഖം കത്തിടും മയിലാളേ മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളേ. ട്യൂണ് വേറെയാണ്, പക്ഷെ ഇതിൻ്റെ ഇശൽ ഒന്നാണ് അല്ലേ. നമുക്ക് ഇങ്ങനെയും പാടി മുത്തുനാവരത്നമുഖം കത്തിടും മയിലാളേ മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചക പൂമോളേ. ആ അളവ് ഒന്നായതുകൊണ്ടാണ് നമുക്ക് സംഗീതം ചെയ്യുന്ന ആൾക്ക് അത് എങ്ങനെയും പാടാൻ പറ്റുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ മുത്തുനാവ തന്നെ മുത്തുനാവരത്നമുഖം കത്തിടും മയിലാളേ ഉണ്ടോ, പുന്നിലും പുന്നാരമിൽ, ഇങ്ങനെയുള്ള പാട്ടിന് താളം വരെ അതിൻ്റെ സംഗീതത്തിൻ്റെ ലെവൽ അനുസൃതമായിട്ടാണ് ആ താളത്തിൻ്റെ ഘടന കിടക്കുന്നത്. അപ്പോൾ സംഗീതം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തിൽ നിന്നുകൊണ്ട് അതിന് സംഗീതം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ കുറേ പാട്ടുകൾ ഇപ്പോൾ എത്തീമിന്ന നമ്മൾ യമൻകെട്ട് ഇശലെടുക്കുക. യമൻകെട്ട് ഇശലിലാണ് യഥാർത്ഥത്തിൽ എത്തീമിന്നത്താണി പ്രിയപ്പെട്ട ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയിട്ട് എത്തീമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം അല്ലേ. ആ പാട്ട് അങ്ങനെ കേൾക്കുന്ന സമയത്ത് ആസ്വാദകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ആ സ്ഥാനത്ത് എത്തീമിന്നത്താണി ഏകി കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം, എന്തെങ്കിലും ഒരു രസമുണ്ടോ അത് കേൾക്കാൻ? നമ്മൾ അങ്ങനെ, പക്ഷെ മീറ്റർ എന്താണ്? ഒന്നാണ് അല്ലേ. അല്ലാ തീരു പേരും തുതിയും സോലവാത്തും, അത് നമുക്ക് എങ്ങനെയും ആസ്വദിച്ച് പാടാം അല്ലേ. അല്ലാ തീരു പേരും തുതിയും സോലവാത്തും എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം, അങ്ങനെ പാടിയ എന്തായിരിക്കും അവസ്ഥ? ഈ ചെങ്ങായി ആ പാട്ട് കൊണ്ടുപോയി എരപ്പാക്കിയെന്ന് ആൾക്കാർ പറയും അല്ലേ. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. ഈ പാട്ടിൻ്റെ ഒരു ലെവൽ തന്നെ ഇതിൻ്റെ സംഗീതത്തിൻ്റെ ചിട്ടപ്പെടുത്തൽ എന്നൊരു ആജ്ഞ പറയുന്ന പോലെയാണ്, നമുക്കൊരു സന്ദേശം പറഞ്ഞു തരണം ആ പാട്ടിലൂടെ അല്ലേ. അപ്പോൾ അവിടെ ആശയത്തിനോട് നീതി പുലർത്തിയ രീതിയിലാണ് അതിൻ്റെ സംഗീതം പോയിട്ടുള്ളത്, അതിൻ്റെ ആലാപനം പോയിട്ടുള്ളത്, അത് ആളുകൾ ഏറ്റെടുത്തത് അല്ലേ. അതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പം രചന, സംഗീതം, ആലാപനം, ആസ്വാദനം, ഈ 4
പിന്നെ ഘടന അവിടെ പൂർത്തിയായി അല്ലേ? അതാണ് അപ്പോൾ ഇശലുകളുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കുറേ ഇശലുകളുണ്ട്, ഒരുപാട് ഇശൽ. ഇപ്പോൾ തൊങ്കൽ, കൊമ്പ്, പുകയിനാറ്, ആദ്യം അന്നോ നേരത്തെ പറഞ്ഞു അല്ലേ, യമങ്കെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കെട്ടി ഇമാം അലി, ആരംഭ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഇശലുകൾ. ഈ ഇശലുകളൊക്കെ എടുത്തുകൊണ്ട് ഇന്ന് വളരെ സജീവമായിട്ട് ഫിലിം ഇൻഡസ്ട്രികളിൽ പോലും പാട്ടുകൾ അല്ലേ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ തുള്ളണ പാട്ട് ഉണ്ടോ സഖി ഒരു കുല മുന്തിരി അല്ലേ, മാപ്പിളപ്പാട്ടുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുക. ഓല് തൊള്ളകൊണ്ട് എടുത്ത് പാടുന്നു അതായിരിക്കും. കാരണം അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു സജീവത, നമ്മൾ തുറന്നിട്ടൊരു വാതായനം, എല്ലാവർക്കും ഇത് ആവശ്യമാണ് അല്ലേ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. ഇത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന പാട്ടാണ്. ഈ അടുത്ത കാലത്താണ് ഈ പാട്ട് ഒന്നും കൂടി ട്രെൻഡായി മാറിയത് അല്ലേ. വിനീത് ശ്രീനിവാസൻ പാടിയതോടുകൂടി ഇതൊരു ട്രെൻഡായി മാറി, എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി അല്ലേ. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ മറ്റൊരു പാട്ട്, ഇപ്പോൾ തൊട്ടിയിലുറങ്ങുമ്പോൾ തെല്ലുമേ താനാനത്താന, ആ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഇവിടെ മമ്പൂറപ്പൂ മഖാമിലെ അമ്പൻ തൗഫീഖിൽ മൂത്തവർ, ഹലർ മൗതുദീത്തവർ, ഇമ്മലബാരണഞ്ഞവർ, ഇസ്ലാമിൻ തേജസ്സാണവർ, തൊട്ടിയിലുറങ്ങുമ്പോൾ തെല്ലുമേ. കണ്ടോ, ഒരു പാട്ട് വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പിന്നെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും പാട്ടുകൾ ഏറ്റവും കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുന്നതും ആസ്വദിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടുകൾ തന്നെയാണ് എന്നുള്ളതാണ്. പഴയകാല മാപ്പിളപ്പാട്ടുകൾ, ഇപ്പം പഴയകാലം ഇപ്പം മോയിൻകുട്ടി വൈദ്യറിന് അല്ലെങ്കിൽ എരഞ്ഞോളി മൂസാഖാനൊക്കെ പോലെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ കത്ത് പാട്ടുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പാട്ടുകളും ഇന്നത്തെ കാലത്തേക്ക് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ആളുകൾ അത് റീമിക്സ് ചെയ്തിട്ട് ഒരുപാട് അത് അലോസരപ്പെടുത്തുന്ന രീതിയിലും അല്ലെങ്കിൽ ആസ്വാദനകരമായ രീതിയിൽ രണ്ട് രീതിയിൽ ഇറക്കും. ഇപ്പോൾ നമുക്കറിയാം, അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത്, അതിനൊന്നൊന്ന് മാറ്റി മറിച്ചുകൊണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ തുള്ളണം. ചില ആളുകളുടെ ഒരു ഉള്ളിലെ ഒരു മനോവീര്യം എന്ന് പറയുന്നത് അതാണ്. അതായത് അവർ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്, ഒന്നൊന്ന് തുള്ളിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കാം എല്ലാവരും ചിന്തിക്കുക. ഇപ്പോൾ ഒരു കല്യാണ വേദി പോയി കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട്, ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് മലർ കൊടിയെ എന്ന് പാടിക്കഴിഞ്ഞാൽ ആളുകൾ തുള്ളാൻ തുടങ്ങും, പടവാള് തുള്ളാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പാട്ടിനെ പുതിയ രീതിയിലേക്ക് എങ്ങനെ അവതരിപ്പിക്കാം, അതാണ് ട്രെൻഡ് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുകയാണ്. പുതിയ ട്രെൻഡിന് ഒപ്പം സഞ്ചരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളതിനനുസരിച്ച് ഈ പാട്ടിനെ ചിട്ടപ്പെടുത്തുകയാണ്. ഇപ്പോൾ വമ്പുറ്റ ഹംസ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മൾ അതിൻ്റെ പണ്ടത്തെ ആ വെർഷൻ എടുത്ത് ഇപ്പോൾ വമ്പുറ്റ ഹംസ ചടി അതിനൊരു എക്സ്പ്രഷൻ, അതിന് എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ഒക്കെ ഏറ്റി കൊടുക്കുന്ന സമയത്ത് ആ ഒരു സാധനം എല്ലാവരും ഏറ്റെടുക്കുക, അതിന് ഡാൻസ് കളിക്കുക, ആ സംഗതി ആവുന്നോട്. കാരണം അതൊരു ട്രെൻഡാണ് എന്നുള്ളത് ആളുകൾക്കറിയാം, സംഗീതം ചെയ്യുന്ന ആളുകൾക്കറിയാം, ഇത് ഇറക്കുന്ന ഈ ഫിലിം ഇൻഡസ്ട്രിയിലാവട്ടെ ഏത് മേഖലകളിലെ ആളുകൾക്കും അറിയാം ഇത് ഇങ്ങനെ ഇറക്കിയെങ്കിലേ ആളുകൾക്ക് ഇടയിൽ ഇത് സ്വീകാര്യത ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഇവർക്ക് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ അത് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ മലർ കൊടിയ ഡാംസിയെ പോലെയുള്ള കുറേ ആളുകൾ ഇപ്പോൾ അതിന് മലർ കൊടിയ എന്ന് പറഞ്ഞ് പാടുമ്പോൾ അത് അങ്ങനെ ആളുകൾക്ക് കുട്ടികൾക്കിടയിലൊക്കെ വളരെ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളോട് ഇങ്ങോട്ട് പറയും, ഏത് കുലുക്കി തക്കത്തെ പാടാൻ, ജിമിക്കി കമ്മൽ പാടാൻ, അല്ലെ ഡയലാമോ, ഇതൊക്കെ കുട്ടികൾ നമ്മോട്. കാരണം കുട്ടികൾ ആ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് തുള്ളിയാൽ മതി, ചാടി കളിച്ചാൽ മതി. ആ പാട്ട് എഴുതിയ ഒരാളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു പാട്ട് എഴുതുന്നെങ്കിൽ നിങ്ങൾ അതിനൊരു കൃത്യമായ ആശയം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും പാട്ട് എഴുതുന്നത് അല്ലേ. ആ പാട്ടിൻ്റെ ആശയം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അതിനനുസൃതമായിട്ടുള്ളൊരു സംഗീത സംവിധായകനെ നിങ്ങൾ പോയി സന്ദർശിക്കും, ഇത് ഞാൻ എഴുതിയ ഒരു പാട്ടാണ്, ഇത് നിങ്ങൾ ഇതിനനുസൃതമായിട്ടുള്ളൊരു സംഗീതം ചെയ്തു തരണം. ഈ സംഗീത സംവിധായകൻ നിങ്ങളോട് ചോദിക്കുക, നമുക്ക് ഇത് ആരെ കൊണ്ട് പാടിപ്പിക്കാം, എന്നാൽ ഇത് ഇന്ന ആളെ കൊണ്ട് പാടിപ്പിക്കാം. അയാളെ പോയി സമീപിച്ചുകൊണ്ട് ഈ പാട്ടിന് ഇങ്ങനെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയത്, ഇങ്ങനെ പാടണം. അവരവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയിട്ട് പാടി കഴിഞ്ഞ് ഇത് വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് വരുന്ന സമയത്താണ്, വിഷ്വൽ ട്രീറ്റ് വരുന്ന സമയത്ത് ഇത് വല്ലാതെ അങ്ങോട്ട് ഹിറ്റായി മാറുന്ന ഒരവസ്ഥ.
കാരണം എല്ലാ ആളുകളും അത് ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളെ പൊതുവായിട്ടുള്ള പല പാട്ടുകളും ഇന്ന് തരംഗം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പഴയ കാലത്തെ പാട്ടുകളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റൊന്നും പറയാനില്ല. പക്ഷെ അതിൻ്റെ ആശയത്തോടൊപ്പം നീതി പുലർത്തിക്കൊണ്ട് അത് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മളെപ്പോലത്തെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. നമ്മൾ അവരുടെ ആവിഷ്കാരത്തെ ചോദ്യം ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഇത്തരം മാപ്പിള കലകൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരുപാട് വേദികൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അവൈലബിൾ. ഇപ്പൊ SSF സാഹിത്യോത്സവങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ മോയിൻകുട്ടി വൈദ്യർ അക്കാദമികൾ, സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ ഇത്തരം വേദികൾ കുട്ടികൾക്ക് എത്രത്തോളം ഈ കലകളെ പറ്റിയിട്ട് അറിയാൻ സഹായകമാവുന്നതാണ്? ഈ യഥാർത്ഥത്തിൽ ഇന്ന് ഇതൊക്കെ നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം അതാണ്. SSFൻ്റെ ഒരു സാഹിത്യോത്സവം അല്ലേ, സർഗലയ മത്സരങ്ങൾ, പിന്നെ സർഗോത്സവങ്ങൾ, സാഹിത്യ സമാജങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ കലോത്സവങ്ങൾ, CBSE കലോത്സവങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കലോത്സവ വേദികളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നിലനിന്ന് പോകുന്നത്. യാഥാർത്ഥ്യം അതാണ്. ഇനി ഇതും ഇല്ല എങ്കിൽ അവസ്ഥ നമുക്ക് പറയണ്ട, ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കപ്പെടേണ്ട ഒരു ഗതിയിലേക്ക് പോകും. മാപ്പിളപ്പാട്ടുകൾ തന്നെ പല രീതിയിലേക്ക് പിന്നെ ആവിഷ്കരിക്കുന്ന പല ആളുകളും സ്വാതന്ത്ര്യം എടുക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ അതിനൊക്കെ ഒരു കൃത്യമായിട്ട് പല ആളുകൾ ഇപ്പോൾ കാരണവന്മാരുടെ ഇടയിലൊക്കെ പോയി കണ്ട് നമ്മൾ നോളടിച്ച് കണ്ട് ഒരു മാപ്പിളപ്പാട്ട് പാടിയ ഓർക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അവർ പഴമക്കാരാണ്. അവരന്ന് കേട്ട ഒരു രീതിയുണ്ട് അല്ലേ, ആ രീതിയിലേക്ക് അതിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മളത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് തന്നെ ദഹിച്ചോളണമെന്നില്ല. അവർ ചിലപ്പോൾ നമ്മോട് വന്ന് പറയും നിങ്ങളാ ചെയ്ത് ശരിയായില്ല എന്ന് അല്ലേ. ഈ കൾച്ചർ ആ പഴമക്കാർ നമുക്ക് കാണിച്ചു തന്ന അവർ ഉണ്ടാക്കി വെച്ച ഒരു സംഗതിയെ ഏറ്റെടുത്ത ആളുകളാണ് നമ്മളത് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരിതുകൊണ്ട് ഒന്നും നേടിയിട്ടില്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യർ 1852 ജനിച്ച് 1892 മരണപ്പെട്ടു പോയ ഒരാളാണ്. അദ്ദേഹം ആകെ 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. ആ 40 വയസ്സിൻ്റെ ജീവിതത്തിനിടയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കാവ്യപ്രപഞ്ചം എന്ന് പറയുന്നത് എത്ര വലുതാണ് അല്ലേ. ബദർ, ഉഹുദ്, ഹിജ്റ, കുട്ടികൾക്ക് വേണ്ടി ഒട്ടകത്തിൻ്റെയും മാനിൻ്റെയും കഥ, എലിപ്പട, സലാസീൽ, സെലീക്കത്ത്, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള അല്ലേ, ബദ്രുമുനി ഹുസ്നുൽ ജമാൽ അടക്കമുള്ള, കറാമത്ത് മാല അടക്കമുള്ള നിരവധിയായിട്ടുള്ള രചനകൾ വെറും 40 വയസ്സുകൊണ്ട് എഴുതി പൂർത്തീകരിച്ചു പോയ ആളാണ് ആര്? മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ആ മോയിൻകുട്ടി വൈദ്യരുടെ അനുയായികളാണ് നമ്മളൊക്കെ. അവരെ ഏറ്റുപിടിച്ചുകൊണ്ട് അവരിതുകൊണ്ടൊന്നും ഒന്നും നേടിയിട്ടില്ല. പല പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ പൈസ ആയിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ കാരണം അന്ന് അവർ അത് ചെയ്തു വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം അവരെ ഓർത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ടേ നമുക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലെ നമ്മുടെ ഈ ഒരു സാംസ്കാരിക വശം എന്നും നിലനിർത്തി പോകുന്നത്. ഇങ്ങനെയുള്ള പൂർവികരുടെ പാട്ട് ഏറ്റെടുത്തുകൊണ്ട് സമകാലികരായിട്ടുള്ള കവികളും ഇപ്പോൾ ഒരുപാട് സമകാലികരായിട്ടുള്ള പുതിയ പുതിയ കവികൾ ഉണ്ട് അല്ലേ. ബദറുദ്ദീൻ OM മാഷെ പോലെ, ബദറുദ്ദീൻ മാഷ് പാർന്നൂരിനെ പോലെ, ഹംസോ നരേക്കാവ്, ഇവരൊക്കെ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഫൈസൽ കന്മനം, മാളിയക്കൽ അബുഗൻസ, അതുപോലെ തന്നെ പിന്നെ മുസ്തഫ അദനി പടപ്പറമ്പ്, നമ്മളിവിടുത്തെ മഹ്ദീനിലെ പഠിച്ചുപോയ എൻ്റെ പ്രിയ സുഹൃത്ത് മുസ്തഫ അദനി പടപ്പറമ്പ്, മുസ്തഫ അടക്കം എഴുതിയ നിരവധിയായിട്ടുള്ള വളരെ മനോഹരമായ പല പാട്ടുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ താവഴി അതേപോലെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അല്ലേ. ഒരുപാട് പാട്ടുകാർ അപ്പോൾ ഈ പാട്ടുകളൊക്കെ എന്ന് പറയുന്നത് പൂർവികരായിട്ടുള്ള ആളുകൾ നമ്മളെ ഏൽപ്പിച്ച ആ ഒരു കടമ കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളെ പോലെയുള്ള ആളുകൾ സംഗീത മേഖലയിലായാലും ആലാപന രംഗത്തായാലും സജീവമായി നിൽക്കുന്നത്. ഇവരൊക്കെ നൽകിപ്പോന്ന ഒരു സംഭാവനകൾ കൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ പാട്ടിനെ പറ്റിയിട്ട് ഈ പാട്ടിന്റെ മേഖലയിലുള്ള സംഭാവന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ നിങ്ങളുടെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ അടുത്ത് നാഷണൽ അവാർഡ്. അതെ അതെ അതെ, അതിന്റെ ഒരു കാര്യങ്ങൾ അതായത് പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ സുഹൃത്താണ് ഇത് ആദ്യമായിട്ട് എന്നോട് ഇത് പറഞ്ഞു തരുന്നത്, ഇങ്ങനെ ദളിത് സാഹിത്യ അക്കാദമിയുടെ. അപ്പോൾ ഞാൻ ഇത് അവതരിപ്പിച്ച് ഞാൻ ഇശലുകളെ കുറിച്ച് കൃത്യമായിട്ട് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ കണ്ടെത്തിയ ഇശലുകളും ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ആലപ്പുഴ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അവിടെ പോവുകയും അവരുമായിട്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ അവർ ഇതിങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഇതിൻ്റെ സാധ്യതകൾ എന്നൊക്കെ അവരും കൂടി അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയതാണ്. നമ്മൾ പിന്നെ എല്ലാ കലകളും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ കലകളൊക്കെ ആയിട്ട് ഇപ്പോൾ വട്ടപ്പാട്ട്, ഒപ്പന, ദഫുമുട്ട്, അറബനമുട്ട്, കോൽക്കളി,
മാപ്പിളപ്പാട്ട്, ഈ 6 കലാരൂപങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ അവകാശപ്പെടാനുള്ളത്. ഈ 6 കലാരൂപങ്ങളെയും കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ എനിക്കുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് അത്രയും ധൈര്യമായിട്ട് അവരെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ, കാരണം ഞാനത് ഒരു കട്ടി ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയും അവരതൊക്കെ നോക്കി ഇതിപ്പോൾ എന്താ സംഗതി എന്നൊക്കെ നോക്കി എന്നോട് ചോദിച്ചു തന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ വിഷയങ്ങൾ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു അവസരം എത്തിച്ചേർന്നത്. അങ്ങനെയാണ് പിന്നെ ഡൽഹിയിൽ പോയിട്ട് ഇത് വാങ്ങുന്ന ഒക്കെ അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ പാട്ടിനെ പറ്റി പറഞ്ഞു, പാട്ടിന്റെ മേഖലകളെ പറ്റി പറഞ്ഞു. വീട്ടിലേക്ക് വരുമ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും. കുടുംബത്തിൽ പിന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ട് എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. പക്ഷെ അവർ മറഞ്ഞുകൊണ്ടുള്ള സപ്പോർട്ടാണ്. പ്രത്യക്ഷത്തിൽ അവർ ചിലപ്പോൾ അത് കാണിച്ചോളണമെന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെന്നുള്ളത് നമുക്കും അറിയാം. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അതേപോലെ തന്നെ ഫാമിലിയിൽപ്പെട്ട എല്ലാ അംഗങ്ങളും നമുക്ക് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ നമ്മൾ സജീവം പല പരിപാടികൾ വരുമ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ അവർ നമ്മളെ സജീവമായിട്ട് അങ്ങനെയൊക്കെ ഉഷാറല്ലേ പരിപാടികളൊക്കെ പോകുന്നത്, അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. പിന്നെ അതേപോലെ നമുക്ക് ഏറ്റവും നമ്മുടെ ലൈഫ് പാർട്ട്ണർ, ആ പാർട്ട്ണർ ആയിരിക്കും നമുക്ക്. നമ്മൾ പറയാറുണ്ട് നമ്മളെ ഉമ്മ ഉപ്പ അല്ലേ. ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാനൊരു പാട്ട് പിന്നെ ഒരു സമയത്ത് തെറ്റിച്ച സമയത്തൊക്കെ എൻ്റെ ഉമ്മ വന്ന് എന്നെ പിടിക്കുന്നൊക്കെ രംഗം ആദ്യം നമ്മൾ തുടക്കത്തിൽ ഒരാൾ പാടുന്ന സമയത്ത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ എന്താ കഴിവ് അല്ലേ. നഴ്സറി കുട്ടികളൊക്കെ ആംഗ്യപ്പാട്ട് മത്സരത്തിനൊക്കെ ഞാൻ ആദ്യം പാടിയ സമയത്ത് ഞാൻ ആകെ ഇടങ്ങേറായിക്കണ്, ഇവിടെ പറയാൻ പറ്റൂല. അപ്പം എൻ്റെ ഉമ്മ വന്നുകാണ്ട് എന്നെ വാരി പുണർന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പാട്ടിന് നമ്മളെ പ്രചോദിപ്പിച്ചത്. പിന്നെ ഉപ്പ നന്നായി പാട്ട് പാടുന്ന ആളാണ്, നല്ല കളിക്കാരനാണ്. അങ്ങനെ പിന്നെ ഈ മേഖലയിൽ തന്നെ കുറച്ച് സജീവമായിട്ടുള്ള, പക്ഷേ ഗൾഫിൽ പോയതോടുകൂടി പിന്നെ അങ്ങോട്ട് ഫീൽഡ് ഔട്ടായ ആളാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ ഫാമിലിയിൽ എൻ്റെ പെങ്ങന്മാരായാലും 2 പെങ്ങന്മാരാണുള്ളത്, അവരെ പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഭാര്യ. യഥാർത്ഥത്തിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി തന്നത് എൻ്റെ ഭാര്യയാണ്. ലൈഫ് പാർട്ട്ണർ നമ്മുടെ ഈ ഫീൽഡുമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവരെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിങ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതിങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ തന്നെയാണ് ചിലപ്പോൾ ചില റീലുകളൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇതൊക്കെ ഇട്ട് എനിക്കിത് വല്ലാതെ അങ്ങോട്ട് ഇതിനെ യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഒക്കെ സജീവമായിട്ട് അവൾ ഏറ്റെടുത്ത് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് എളുപ്പമായി. അപ്പോൾ അതിലേറ്റവും വലിയൊരു പിന്നെ ഇത് കൈകാര്യം ചെയ്തതിൻ്റെ ഫാമിലി തന്നെയാണ്. നമ്മൾ ഈ ചുരുങ്ങിയ നേരം കൊണ്ട് അറിയാം, തിരക്കുകൾക്കിടയിലാണ് ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചിരുത്തിയത്. ഈ ഒരു പരിപാടിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ തിരക്കിൻ്റെ ഇടയിലാണ് ഈ കുറച്ച് നേരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പം ഇനി ഒറ്റ കാര്യം കൂടി, ഇപ്പം ഇത് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങളെ വീഡിയോസ് യൂട്യൂബിൽ വരുമ്പം കമന്റ്സ് നോക്കിയാൽ തന്നെ ഇതിങ്ങനെ ആയിരുന്നു, ഇതിങ്ങനെയാണല്ലേ, ഇതൊക്കെ പറഞ്ഞുതരാൻ ഒരാളുണ്ടല്ലേ എന്നുള്ള കമന്റ്സ് ഒക്കെ കുറെ കാണാനുണ്ട്. അപ്പൊ ഇത് കാണുന്ന ഈ ഒരു മാപ്പിള കലയോട് അല്ലെങ്കിൽ കലകളോട് ഇഷ്ടം ഉള്ള ആളുകളോടൊക്കെ നിങ്ങൾക്ക് ഒരു മാപ്പിള കലന്റെ ഒരു ഇത് എന്നുള്ള രീതിയിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഞാൻ പറയുന്നത്, ആദ്യം നമുക്കറിയാം നമ്മുടെ ഈ സംസ്കാരം നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം നമുക്കറിയാം വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സാംസ്കാരിക രംഗങ്ങളും കൂടി വളരേണ്ടതുണ്ട്. അപ്പോൾ ഈ സാംസ്കാരിക രംഗങ്ങൾ വളരണമെങ്കിൽ നമ്മൾ ആദ്യം കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയുന്ന കഴിവുകൾ, ഞാനടക്കമുള്ള കലാകാരന്മാരോട് കൂടിയിട്ടാണ് ഉണർത്തൽ പറയുന്നത്. നമുക്കറിയുന്ന കഴിവുകളെ വളർന്നു വരുന്ന പുതുതലമുറക്കു കൂടി പകരേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാധ്യത നമ്മളുടേതാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് പുതിയ കാലത്തെ ആളുകൾക്ക് ഇതിൻ്റെ മേഖലയെക്കുറിച്ച്, ഏത് മേഖലയാവട്ടെ ആ മേഖലയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ അഭിരുചി എന്താണോ ആ അഭിരുചിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പഠനത്തോടൊപ്പം തന്നെ അവരെ സംസ്കാരം വളർത്തുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാഷനായിട്ടുള്ള കാര്യങ്ങൾ, പാടാനുള്ള കഴിവുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പാടാൻ ഏത് മേഖലയിലാണോ താല്പര്യമുള്ളത് ആ മേഖലയിലേക്ക്, സംഗീതം പഠിക്കേണ്ട കുട്ടികൾ അങ്ങനെ, ഇനി പാട്ട് എഴുതാൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ, പാടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിഖില മേഖലകളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലും
നമുക്ക് കഴിവ് പ്രാപ്തിയുള്ള കുട്ടികളെ അനുസരിച്ചിട്ടുള്ള മേഖലയിലേക്ക് അവരെ പറഞ്ഞു വിട്ടുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലൊരു അഭിരുചി ഉണ്ടാവും. ആ അഭിരുചി എന്താണോ അത് രക്ഷിതാക്കൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആ വഴിക്ക് വിടുക എന്നുള്ളതാണ്. നമ്മൾ രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് മാത്രം, രക്ഷിതാക്കളുടെ ആഗ്രഹം എൻ്റെ മോനെ ഡോക്ടറാക്കണം, എൻജിനീയർ ആക്കണം, പൈലറ്റാക്കണം, വക്കീലാക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹം അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് പ്രാപ്തമായിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് ആഗ്രഹം വേറെ ആയിരിക്കും. എനിക്ക് നല്ലൊരു ഫുട്ബോളറാവണം, കുട്ടികൾ ആഗ്രഹം അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പാട്ടുകാരനാവണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരനാവണം, അല്ലെങ്കിൽ നല്ലൊരു പ്രാസംഗികനാവണം, അല്ലെങ്കിൽ നല്ല വരയ്ക്കുന്ന ആൾ, അങ്ങനെ നിഖില മേഖല ആയിരിക്കും കുട്ടികളുടെ കഴിവ്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കും, പഠിക്കുക എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ മാനസിക നില ഇന്ന് നമുക്കറിയാം. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി. അപ്പോൾ അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരെ പാഷനായിട്ടും അവരെ വിദ്യാഭ്യാസ രംഗത്തായിട്ടും അവരെ സംസ്കാരം പഠിപ്പിക്കുന്ന എല്ലാ മേഖലകളിലേക്കും സജീവമായിട്ട് അവരെ പറഞ്ഞയച്ചുകൊണ്ട് അവരെ യുക്തിപൂർവ്വമുള്ള തീരുമാനമെടുക്കാൻ അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കലയും അതുപോലെ തന്നെ പല സംസ്കാരങ്ങളും നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ മാതൃക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. മാപ്പിളപ്പാട്ടിനെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നത് മോയിൻകുട്ടി വൈദ്യരും ബാപ്പു വെള്ളിപ്പറമ്പും അല്ലെങ്കിൽ എരഞ്ഞോളി മൂസയൊക്കെ പോലെയുള്ള ആൾ. ഇന്നത്തെ കാലത്ത് അത് ഏറ്റെടുത്തിരിക്കുന്നത് റഷീദ് മുഹമ്മദ് പോലെയുള്ള ആളുകളാണ്. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മാപ്പിള കലയെ എത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു 4 വരി പാട്ടോട് കൂടിയിട്ട് ഞാൻ നമ്മുടെ TP ആലിക്കുട്ടി ഗുരുക്കളുടെ ഒരു ഗാനം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനം കൂടിയാണ്. അപ്പം ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ, ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ. ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ, ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ. കാണാത്ത കൽബകം നാണിച്ചൊളിച്ചു വെച്ച പാട്ട്, കാലുബലായത്തെന്ന ഒപ്പുശീലടിച്ച ഷീട്ട്. കാണാത്ത കൽബകം നാണിച്ചൊളിച്ചു വെച്ച പാട്ട്, കാലുബലായത്തെന്ന ഒപ്പുശീലടിച്ച ഷീട്ട്. ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ, ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ.